സംസ്ഥാനത്ത് പാതിവില തട്ടിപ്പിൽ സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിനെ കുരുക്കി പുതിയ പരാതി. പദ്ധതിയെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് സായിഗ്രാമത്തിലെ യോഗത്തിലാണെന്നും പരാതിക്കാർ പറയുന്നു. 2024 ജനുവരി 27 നിരവധി ആളുകൾ പങ്കെടുത്ത യോഗം നടന്നത്. 55 ലക്ഷത്തിലധികം രൂപ തട്ടി എന്നാണ് പരാതി. ഈ സീഡ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി രൂപീകരിച്ചത് 2024 ഏപ്രിലോട് കൂടിയാണ് രൂപീകരിക്കുന്നത്. ഇത് ഞങ്ങളെ ഇതിലേക്ക് ഈ ഒരു സീഡ് സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ ഇൻഫർമേഷൻ തരികയും ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി അറിയിക്കുകയും ചെയ്തത് തിരുവനന്തപുരത്തുള്ള നിയമോ ഡയറക്ടറുടെ രജിത എൻ ആചാര്യ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അവര് ഇവിടെ വരികയും അവർ ഇങ്ങനെ സീഡ് സൊസൈറ്റി രൂപീകരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ സായിഗ്രാമത്തിലുള്ള ഡാക്ടർ പോലുള്ള ആനന്ദകുമാർ സാർ അദ്ദേഹം ഈ പറഞ്ഞ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള മീറ്റിങ്ങുകളിലും അതുപോലെ തന്നെ കോൺഫറൻസുകളിലും അവരൊക്കെ ഇതിനെക്കുറിച്ച് ഈ സീഡ് സൊസൈറ്റികളെ കുറിച്ചും അതുപോലെ തന്നെ സ്പിയാഴ്സ് എന്ന സംവിധാനത്തിലൂടെയും CSR ഫണ്ട് കിട്ടുന്നതിനെ കുറിച്ചും ഒരുപാട് വിശദമായിട്ട് പറയുകയും CSR ഫണ്ട് എന്ന് പറയുന്നത് നിലവിൽ ലഭ്യമാകുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഇത്തരം വിശ്വാസയോഗ്യമായ പല കാര്യങ്ങൾ പറയുകയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടുമെന്ന് പറയുകയും അറിയിച്ചപ്പോൾ അത് ഒരുപാട് നല്ലൊരു കാര്യമായിട്ട് സമൂഹത്തിൽ ജനങ്ങൾക്കൊക്കെ ഒരുപാട് 50% സബ്സിഡിയോട് സാധനങ്ങൾ കിട്ടുമെന്ന് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുകയും ചെയ്തു. അലക്സ് റാം മുഹമ്മദാണ് വാർത്തകൾ വെച്ചിരുന്നത്. അലക്സ്, ഒരു 4 ദിവസം മുൻപാണ് ആനന്ദകുമാറുമായി നമ്മൾ മോർണിംഗ് ഷോയിൽ സംസാരിച്ചത്. അന്ന് ആനന്ദകുമാർ പറഞ്ഞ എന്താണ്? ഈ പറയുന്ന കോൺഫെഡറേഷൻ ഓഫ് NGOയും ആനന്ദകുമാറും വേറൊരു എൻറ്റിറ്റി, അനന്തകൃഷ്ണന്റെ സാമ്പത്തിക തട്ടിപ്പും വേറൊരു എൻറ്റിറ്റി, ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതുപോലെയല്ല കാര്യങ്ങളെന്നല്ലേ പിന്നീട് വരുന്ന വാർത്തകൾ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നത്. അലക്സ്, ഹാഷ്മി, നിസ്സംശയം പറയാം. അതായത് ഈ സായിഗ്രാമം സ്ഥാപകനും ഡയറക്ടറും ഒപ്പം നാഷണൽ NGO കോൺഫെഡറേഷന്റെ ചെയർമാനുമായ ആനന്ദകുമാറിന് ഈ തട്ടിപ്പിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലെ പരാതികൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഈ വാദഗതികളൊക്കെ അത് ദുർബലപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് വർക്കലയിലും കൂടുതൽ ഇത്തരത്തിൽ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതിക്കാർ രംഗത്തെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പറയുന്നത് 2024 ജനുവരി 27 സായിഗ്രാമത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു. അവിടെ നിരവധി ആളുകൾ, അത് ഈ വർക്കല ബ്ലോക്കിന് കീഴിൽ നിന്ന് ഏതാണ്ട് 100 കണക്കിന് ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു. അവിടെ വെച്ച് ഈ പദ്ധതിയെപ്പറ്റി സീഡ് സൊസൈറ്റി രൂപീകരിച്ച് ഈ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് അവിടെ നിന്ന് നിർദ്ദേശം നൽകിയത്. ആ പദ്ധതിയെ പറ്റിയുള്ള ക്ലാസുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ പദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചവരോട്, അതിന്റെ ഓഫീസ് എവിടെയാണെന്നൊക്കെ ചോദിച്ചവരോട് ഇടുക്കിയിലാണെന്നും ഇടുക്കിയിലെത്തിയാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാമെന്നും മറുപടി നൽകിയെന്നാണ് പരാതിക്കാർ പറയുന്നത്. അങ്ങനെ അവർ ഇടുക്കിയിലെത്തി ഈ പദ്ധതിയുടെ ഓഫീസ് നേരിട്ട് കാണുന്നു, ഈ ആളുകളെ നേരിട്ട് പരിചയപ്പെടുന്നു, ഈ ഒന്നാം പ്രതി അടക്കം പരിചയപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ പദ്ധതിയെ പറ്റി കാര്യമായി തന്നെ അവരോട് വിശദീകരിച്ചിട്ടുണ്ട്. തുടർന്നാണ് അവർക്ക് അതിനെ സംബന്ധിച്ച് വിശ്വാസം വരുന്നത്. തുടർന്ന് ഈ ഇരുചക്ര വാഹനത്തിന്, ഗൃഹോപകരണങ്ങൾക്ക്, ലാപ്ടോപ്പിനൊക്കെയായി ലക്ഷക്കണക്കിന് രൂപ അവർ മുടക്കിയെന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഈ 93 പേർ പരാതി നൽകിയത് 55,80,000 രൂപ തട്ടിയെടുത്തു എന്ന പരാതി അവർ നൽകിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് ഗൃഹോപകരണങ്ങൾക്കും മറ്റുമൊക്കെയായി, ഗൃഹോപകരണങ്ങൾക്ക് 55 പേരിൽ നിന്ന് 15,43,000 രൂപ, വാട്ടർ ടാങ്കിനായി 2 പേരിൽ നിന്ന് 5,000 രൂപ, ലാപ്ടോപ്പിനായി 19 പേരിൽ നിന്ന് 5,80,000 രൂപ തുടങ്ങി വലിയ തോതിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നുള്ളതാണ് അവരുടെ പരാതി. മാത്രമല്ല, ഇതിനെ സംബന്ധിച്ച് പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഇവർ ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ അധികൃതർ നൽകുന്ന മറുപടി, അത് ഈ സായിഗ്രാമത്തിലടക്കം ഈ അനന്തകുമാർ അടക്കം നൽകുന്ന മറുപടി, ഇതിനെ സംബന്ധിച്ച് പുറത്താരോടും പറയരുത്. പുറത്ത് പറഞ്ഞാൽ ഈ നിങ്ങൾ നൽകിയ പണവും നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഈ വസ്തുക്കളും ലഭിക്കില്ല എന്ന നിർദ്ദേശമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് പരാതി നൽകുന്നത് മുടക്കുകയായിരുന്നു ഇവർ ഈ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. വർക്കല SHO ക്കാണ് ഇത്തരത്തിൽ പരാതി ലഭിച്ചിട്ടുള്ളത്. 18 പേർക്കെതിരെ, അനന്തകുമാർ അടക്കം 18 പേർക്കെതിരെയാണ് ഈ പരാതിയുള്ളത്. ഇപ്പോൾ വർക്കല പോലീസ് ഈ പരാതിയിന്മേൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാശ്മീർ. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഈ ആനന്ദകുമാർ മുഖാന്തരമാണ് ഇയാൾ മുഖ്യമന്ത്രിയുടെ പരിപാടിയിലേക്ക് എത്തുന്നത്. ആനന്ദകുമാർ മുഖാന്തരമാണ് ഇയാൾ പ്രധാനമന്ത്രിക്ക് ഈ ഷോളിടാനുള്ള ഒരു അവസരം ഈ ആനന്ദുവിന് കിട്ടുന്നത്. ആനന്ദകുമാർ ഉള്ളതുകൊണ്ടാണ് പരിപാടിയിലേക്ക് വന്നതെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. അപ്പോൾ ആനന്ദകുമാർ അവിടുത്തെ ഒരു വിശ്വസ്തർ എല്ലാവർക്കും അറിയാവുന്ന ഒരു മുഖമായിരുന്നു. ആ മുഖം ഉപയോഗിച്ചുകൊണ്ട് ആനന്ദകുമാർ തട്ടിപ്പിന് കൂട്ടുന്നു എന്ന് തന്നെയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ, പുതിയ പരാതികൾ വരുമ്പോൾ വ്യക്തമാക്കുന്നത്. ഈ പുതിയ ക്രൈംബ്രാഞ്ച് സംഘം ഉറപ്പായും ആ വഴിക്കുകൂടി എന്താണ് ആനന്ദകുമാർ പാലം എന്നതിനെ കുറിച്ചുകൂടി അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട.